നമസ്കാരം, മംഗളത്തിലേക്ക് സ്വാഗതം. UDF, LDF, NDA മൂന്ന് മുന്നണികളുടെയും നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റത്. ഇത്രയും ലാഘവത്തോടെയും സൗഹാർദ്ദപരമായും പിണറായി വിജയനെ അടുത്ത കാലത്തൊന്നും മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് മിസ്റ്റർ എന്നാണ് CPM സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. അവരുടെ പ്രതീക്ഷ സാർത്ഥകമാകട്ടെ. ശക്തമായ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ കരുത്തും സൗന്ദര്യവും. തികച്ചും സൗഹാർദ്ദപരമായാണ് തുടക്കമെങ്കിലും അഗ്നിപരീക്ഷയുടെ ദിനങ്ങൾ തന്നെയാണ് UDF മന്ത്രിസഭയെ കാത്തിരിക്കുന്നത്. വകുപ്പ് വിഭജനം, ടേം വ്യവസ്ഥ എന്നിവയിൽ തുടങ്ങിയിരിക്കുന്ന അസ്വസ്ഥത വെറുമൊരു സ്റ്റാർട്ടിംഗ് ട്രബിളായി മാത്രം ജനങ്ങൾ കണക്കാക്കുന്നില്ല. പ്രതിപക്ഷ നിരയിൽ അംഗബലം കുറവാണെങ്കിലും കിട്ടുന്ന അവസരത്തിലെല്ലാം ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ LDF ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിയമസഭയിലോ പുറത്തോ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് യാതൊരുവിധ രാഷ്ട്രീയ ദാക്ഷിണ്യവും നൽകാൻ സാധ്യതയില്ലെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ചുരുക്കത്തിൽ LDF CPMൻ്റെ നേതൃത്വത്തിൽ പണി തുടങ്ങിക്കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ ആദ്യ ക്യാബിനറ്റിനു ശേഷം പ്രഖ്യാപന പെരുമഴയോടെയായിരുന്നു സതീശൻ്റെ തുടക്കം. ഈ ഒരു മഴ എത്രമാത്രം കുളിരായി മാറുമെന്ന് കാത്തിരുന്നു മാത്രമേ നമുക്ക് അനുഭവിക്കാനാവൂ. ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. കൂടാതെ വയോജനങ്ങൾക്ക് മാത്രമായി ജപ്പാൻ മാതൃകയിൽ ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഇതിനെക്കുറിച്ച് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിശേഷിപ്പിച്ചത് മല എലിയെ പ്രസവിച്ച പോലെ എന്നാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഈ വിധമാണ്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ചില സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാസങ്ങളോളം സമരം നടന്നത്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ആശമാരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം കൈക്കൊണ്ട നടപടി മല എലിയെ പ്രസവിച്ചതുപോലെ ആയിപ്പോയി. 3000 രൂപയുടെ വർധനവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 തവണയായി 2000 രൂപയുടെ വർധനവ് ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇടതു സർക്കാർ തന്നെ വരുത്തിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ മാത്രം 3000 രൂപയുടെ വർധനവ് ആശാപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അംഗൻവാടി, പ്രീ പ്രൈമറി, സ്കൂൾ പാചകത്തൊഴിലാളി, കരാർ ജീവനക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും ഇതിനൊപ്പം ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകി. ഒന്നാം പിണറായി സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 1000 രൂപയായിരുന്നു ആശാപ്രവർത്തകരുടെ ഓണറേറിയം. രണ്ടാം പിണറായി സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 9000 രൂപയായി വർദ്ധിപ്പിച്ചു. 8000 രൂപയുടെ വർധനവാണ് ഈ കാലയളവിൽ ആശാപ്രവർത്തകർക്ക് നൽകിയത്. VS അച്യുതാനന്ദൻ സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 500 രൂപയായിരുന്ന ആശാ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന സമരം ഇപ്പോഴും കേരളം മറന്നിട്ടില്ല. 5 വർഷത്തിനൊടുവിൽ 500 രൂപയുടെ വർധനവ് മാത്രമാണ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം. ബാലഗോപാലിൻ്റെ വിമർശനത്തിന് കൃത്യമായൊരു മറുപടി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ VD സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പൂർണ്ണ പേര് പറഞ്ഞാണ് അധികാരമേറ്റത്. പൊതുവെ ജാതിവാലുകൾ ഉപേക്ഷിക്കുന്നത് പുരോഗമനപരമാണെന്ന് വിശേഷിപ്പിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തൻ്റെ പേരിൽ ജാതിപ്പേരുൾപ്പെടുത്തിയത് കോൺഗ്രസിനകത്തുനിന്ന് പോലും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്തതാണ് നല്ലത് എന്ന രീതിയിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. കിട്ടിയ അവസരം CPM നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ഉപയോഗിച്ചതും CPMനെ ചൊടിപ്പിച്ചിരിക്കുന്നു. വന്ദേമാതരം നിർബന്ധമാക്കുന്നത് ഭരണഘടനാ സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി CPM നേതാവ് മുഹമ്മദ് റിയാസ് ചാടി വീഴുകയും ചെയ്തു. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി വിഴുങ്ങുന്ന നയമാണ് പുതിയ UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമർത്ഥിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ ഉണ്ടായത്. മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒരു വനിതയ്ക്ക് നൽകാൻ UDF തീരുമാനിച്ചിരുന്നു.
ഇതിനെ ചരിത്രപരമെന്നാണ് വി ഡി വിശേഷിപ്പിച്ചത്. നഫീസത്ത് ബീവിക്ക് ശേഷം ആദ്യമായാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരളത്തിൽ ഉണ്ടാകുന്നതെന്നായിരുന്നു സതീശൻ്റെ അവകാശവാദം. എന്നാൽ ഐഷാബായി, ഭാർഗവി തങ്കപ്പൻ എന്നിവരുടെ പേര് ചരിത്രത്തിൽ നിന്ന് എടുത്തുകാട്ടി CPM സതീശിനെ തിരുത്തിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ കറുത്ത കാറും കനത്ത സെക്യൂരിറ്റിയുമെല്ലാം വലിയ വിവാദമായിരുന്നു. ഈ ഒരു വിഷയം ഒരിക്കൽ കൂടി ചർച്ചയായിരിക്കുന്നു. ഭരണമാറ്റം LDF നേതാക്കളെയും അണികളെയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും ആവേശത്തോടെ രംഗത്ത് വന്ന ഒരു കൂട്ടരുണ്ട്. SFI പ്രവർത്തകർ, കുട്ടി സഖാക്കൾ. ക്യാമ്പസുകളിലും പൊതുനിരത്തുകളിലും സതീശൻ സർക്കാരിനെതിരെ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നാണ് SFI പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളുടെ പകിട്ടിലാണ് പുതിയ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നതെങ്കിലും ഒരു ചെറിയ പിഴവ് മതി ശോഭ മങ്ങിത്തുടങ്ങാൻ. നന്നായി പണി അറിയുന്നവരാണ് അപ്പുറത്തിരിക്കുന്നതെന്ന ബോധ്യം സതീശനും സംഘത്തിനും എപ്പോഴും ഉണ്ടാകണം.